നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾക്ക് സർക്കാർ മാനദണ്ഡമാക്കുന്ന ഒരു കാര്യമാണ് മഞ്ഞ അതുപോലെ തന്നെ പിങ്ക് റേഷൻ കാർഡുകൾ. സർക്കാരിൽ നിന്നും സൗജന്യമായി ഓരോ വ്യക്തികൾക്കും 5 കിലോ റേഷൻ സാധനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ എല്ലാ മാസവും ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ വലിപ്പം, അതുപോലെ തന്നെ വീട്ടിൽ AC മറ്റ് സൗകര്യങ്ങൾ, അതുപോലെ തന്നെ സ്വന്തമായി 4 ചക്ര വാഹനങ്ങൾ, 1 ഏക്കറിന് മേലെ ഭൂമി എന്നിങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടെല്ലാം നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുമ്പോഴും നമുക്ക് ചിലപ്പോൾ ഉപയോഗമില്ലാത്ത കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാത്ത ഭൂമികളുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ആർക്കെങ്കിലും അസുഖങ്ങളോ മറ്റോ ആയിട്ട് ഹോസ്പിറ്റലുകളിൽ പോകാൻ ചിലപ്പോൾ ഒരു സെക്കൻഡ് കാർ വാങ്ങിയ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ചൂട് സമയത്ത് വീട്ടിൽ AC വെച്ച ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പല ആളുകൾക്കും ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് പിങ്ക് അതുപോലെ തന്നെ മഞ്ഞ റേഷൻ കാർഡുകൾ ലഭിച്ചിരുന്നില്ല. ഇങ്ങനെയുള്ള ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് നമുക്ക് പിങ്ക് റേഷൻ കാർഡുകൾ ലഭിക്കുക, അത് നമ്മൾ അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്, അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ഒന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആളുകൾ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. നമുക്കറിയാം, സർക്കാരിൻ്റെ ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന കാര്യമാണ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ. ഇപ്പോൾ അവസാനമായി വന്നിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ, ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്, അതുപോലെ തന്നെ എല്ലാ മാസവും ഓരോ വ്യക്തികൾക്കും 5 കിലോ റേഷൻ സാധനങ്ങൾ അടക്കമുള്ള ഒരുപാട് ആനുകൂല്യങ്ങളാണ് ചുവപ്പ് അതുപോലെ തന്നെ മഞ്ഞ റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്നത്. ഒട്ടുമിക്ക ആളുകൾക്കും അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ വീടിൻ്റെ വലിപ്പം 1000 സ്ക്വയർ ഫീറ്റിന് മേലെ കൂടിയ ആളുകൾക്ക് അത് 1001 പോലും നമുക്ക് ഈ ഒരു കാർഡ് ലഭിച്ചിരുന്നില്ല. നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും നമുക്ക് വീട് വെച്ച് തന്നതാണെങ്കിൽ പോലും അത് 1000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിലാണെങ്കിൽ താമസിക്കുന്നതെങ്കിൽ അവർക്ക് പിന്നീട് ഒരു കാലത്തും റേഷൻ കാർഡ് പിങ്കാവുമായിരുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ സ്വന്തമായി വാഹനമുള്ള ആളുകൾക്ക് ഈ ഒരു സൗകര്യം നഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ 1 ഏക്കറിന് മേലെ ഭൂമിയുള്ള ആളുകൾക്ക്, വീട്ടിൽ AC മറ്റ് സൗകര്യം വെച്ച ആളുകൾക്കെല്ലാം ഈ ഒരു പിങ്ക് റേഷൻ കാർഡുകൾ നഷ്ടപ്പെടുകയും ഒരുപാട് ആളുകൾ ഇങ്ങനെ സർക്കാരിനോട് പറയാതെ പിങ്ക് റേഷൻ കാർഡ് കൈവശം വെച്ചത് കൊണ്ട് തന്നെ വലിയ രൂപത്തിലുള്ള ഫൈനൽ മറ്റും വന്നിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇപ്പോൾ വലിയ ആശ്വാസമായി വാർത്ത വന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ഈ 1000 സ്ക്വയർ ഫീറ്റിനെ കണക്ക് മാറ്റി സർക്കാർ 1200 സ്ക്വയർ ഫീറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. വളരെ മുമ്പെല്ലാം ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് 1010, 1020 സ്ക്വയർ ഫീറ്റിലുള്ള ആളുകൾക്കൊന്നും ഈ ഒരു സൗകര്യം ലഭിച്ചിരുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ സൗകര്യമുള്ള കാര്യമാണ്. 1200 സ്ക്വയർ ഫീറ്റ് വരെ സൗകര്യം സർക്കാർ ഈ ഒരു കാര്യത്തിൽ വരുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് 1 ഏക്കറിന് മേലെ ഭൂമിയുള്ളത്, അത് കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അത് നമുക്ക് ഉപയോഗശൂന്യമായി വെള്ളക്കെട്ട് പോലത്തെ ഭൂമിയാണെങ്കിൽ അതും നമുക്ക് ഇനി പ്രശ്നമില്ല. അങ്ങനെയുള്ള ആളുകൾക്കും ഇനി പിങ്ക് മഞ്ഞ റേഷൻ കാർഡുകൾ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, വളരെ സന്തോഷകരമായ മറ്റൊരു കാര്യം, നമ്മുടെ പേരിലുള്ള വാഹനമാണ്. വീട്ടിൽ അസുഖമായി ആർക്കെങ്കിലും ഉള്ള ആളുകൾ, അതുപോലെ തന്നെയുള്ള ആളുകളെല്ലാം ചെറിയ ചെറിയ വാഹനങ്ങൾ വാങ്ങിയത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ കാർഡ് പിങ്കിലേക്ക് മാറാതെ കഴിഞ്ഞിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ പഴയ സെക്കൻഡ് കാറുകൾ, അതുപോലെ തന്നെ 800cc താഴെയുള്ള പുതിയ കാറുകൾ, ഇങ്ങനെയുള്ള കാറുകൾക്കൊന്നും ഇപ്പോൾ ഈ നിയമം ബാധകമല്ല. അങ്ങനെയുള്ള ആളുകൾക്കും ഇനി അങ്ങോട്ട് പിങ്ക് റേഷൻ കാർഡുകൾ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വീട്ടിൽ AC മറ്റ് കാര്യങ്ങളെല്ലാം ഉള്ള ആളുകൾക്കെല്ലാം ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഇനിയും പിങ്ക് റേഷൻ കാർഡ് ലഭിക്കും. നമ്മളിനി ചെയ്യേണ്ടത്, സർക്കാരിൻ്റെ ഉത്തരവ് വന്നിട്ടില്ല, വരും ദിവസങ്ങളിൽ മാത്രമായിരിക്കും സർക്കാരിൻ്റെ ഉത്തരവുകൾ വരുന്നത്. നമ്മളിപ്പോൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ വെള്ള റേഷൻ കാർഡുകൾ അല്ലെങ്കിൽ നീല റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വീടിൻ്റെ അളവ് പഞ്ചായത്തിൽ നിന്ന് എടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് വീടിൻ്റെ അളവ് 1200 സ്ക്വയർ ഫീറ്റിന് താഴെയാണെങ്കിൽ അവർക്കും ഇനി പിങ്ക് റേഷൻ കാർഡിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്വന്തമായി വാഹനമുള്ള ആളുകൾ ആ വാഹനത്തിൻ്റെ കാലപ്പഴക്കം കാണിക്കുന്ന RC ബുക്ക് അപ്ലോഡ് ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ 1 ഏക്കറിന് മേലെ ഭൂമിയുള്ള ആളുകൾ അത് വെള്ളക്കെട്ടാൻ തെളിയിക്കുന്ന രേഖ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ അവർക്കും ഈ ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കും.
ഇങ്ങനെയുള്ള റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്രൂവൽ ആകുകയും പിന്നീട് നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതും ചെയ്യുന്നതാണ്. ഇപ്പോൾ സപ്ലൈ ഓഫീസിൽ നേരിട്ട് റേഷൻ കാർഡുകൾ അനുവദിക്കുന്നില്ല. ഓൺലൈൻ വഴി അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രിൻ്റ് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റേഷൻ കാർഡിലേക്ക് 2 വയസ്സിന് ശേഷമുള്ള കുട്ടികളെ ചേർക്കാൻ നമുക്ക് ആധാർ കാർഡ്, ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രം മതി, മറ്റൊരു രേഖയുടെയും ആവശ്യമില്ല. അതുപോലെ തന്നെ മറ്റൊരു വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്ന വീട്ടിലേക്ക് വിവാഹം കഴിച്ചു വന്ന ആളുകൾ, മറ്റ് താമസം മാറിയ ആളുകളെല്ലാം ഇപ്പോൾ ഓൺലൈൻ വഴി റേഷൻ കാർഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് നമ്മളൊരു പുതിയ വീട്ടിലേക്ക് താമസം മാറി നമുക്ക് വീട് നമ്പർ ലഭിച്ചിട്ട ആളുകൾക്കും പുതിയ റേഷൻ കാർഡിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് ചെയ്യേണ്ടത്. റേഷൻ കാർഡിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുടെ പേരുകൾ ഒഴിവാക്കൽ, അതുപോലെ തന്നെ കുടുംബനാഥയെ മാറ്റൽ, നമ്മുടെ ഫോൺ നമ്പർ മാറ്റൽ, പുതിയ കുട്ടികളെ ആഡ് ചെയ്യൽ, മറ്റു കുട്ടികളെ ഒഴിവാക്കൽ എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് ചെയ്യേണ്ടത്. സ്വന്തമായി തന്നെ ചെയ്യാൻ സാധിക്കും. ഇതിന് ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് നമ്മളിപ്പോൾ ഒരു വാട്സപ്പിൽ ഒരു സൗകര്യം ചെയ്തു തരുന്നുണ്ട്. യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകൾക്കാണ് ഇപ്പോൾ ഒരു സൗകര്യമുള്ളത്. നിങ്ങളുടെ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആളുകൾ യൂട്യൂബിൽ കൂടി വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകൾക്ക് ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് വരുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കുന്നതാണ്. അത് നമ്മൾ 29 രൂപ ചാർജ് ഈടാക്കുന്നുണ്ട്. നമ്മൾ ഈ ചാർജ് ഈടാക്കാൻ കാരണം ഒരുപാട് ആളുകൾ ഇങ്ങനെ വാട്സപ്പുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ചില ആളുകൾക്ക് നമുക്ക് മറുപടി പറയാൻ സാധിക്കാറില്ല. അതിനാണ് നമ്മൾ ചെറിയൊരു ചാർജ് ഈടാക്കുന്നത്. ഈ ചാർജ് നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും. വാട്സപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരുന്നതാണ്. പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ, വീട്ടിൽ ഓഫീസുകളിലും മറ്റും കയറി ഇറങ്ങാൻ മടിയുള്ള ആളുകൾക്കെല്ലാം ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്താം. വാട്സപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരുന്നതാണ്. പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കൽ, അതുപോലെ തന്നെ റേഷൻ കാർഡിൽ നിന്ന് മറ്റാളുടെ പേരുകൾ ഒഴിവാക്കൽ, മരണപ്പെട്ടു പോയ ആളുടെ ഒഴിവാക്കൽ, റേഷൻ കാർഡിൽ ചെറിയ കുട്ടികളെ ആഡ് ചെയ്യൽ, പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കൽ, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്കും മറ്റും വിവാഹം ചെയ്തു വന്ന മറ്റാളുകളെ റേഷൻ കാർഡിലേക്ക് പേര് വെട്ടിമാറ്റൽ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൺലൈൻ വഴി ചെയ്യുന്നതാണ്. ഇതിന് നമ്മൾ പ്രത്യേകിച്ച് ഒരു ഓഫീസിലും കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ അനർഹമായി ഒരുപാട് ആളുകൾ ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡുകൾ കൈവശം വെക്കുന്നുണ്ട്. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ 1200 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ, പുതിയ വാഹനമുള്ള ആളുകൾ എന്നിങ്ങനെയുള്ള ഈ ആളുകളെല്ലാം ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അനർഹമായി നിങ്ങൾ റേഷൻ സാധനങ്ങൾ കൈപ്പറ്റി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന ഓരോ കിലോ ആയിരിക്കും നമ്മൾ അതിന് കണക്കാക്കി നമ്മൾ സർക്കാരിലേക്ക് പണം തിരിച്ചടക്കേണ്ടി വരും. അതുപോലെ തന്നെ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾ നിങ്ങളുടെ കാർഡിൽ നിന്നും ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ മരണപ്പെട്ട ആളുടെ പേര് ഒഴിവാക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ രൂപത്തിലുള്ള ഫൈനുകളും മറ്റും നമ്മൾ തിരിച്ചടക്കേണ്ടി വരും. ഈ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമായി തന്നെ ചെയ്യാം. ലിങ്ക് ആവശ്യമുള്ള ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുന്നത് കരുതുന്നു. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.